ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് ഞാൻ തൃശ്ശൂരുള്ളത്. തൃശ്ശൂർ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവിടെ വന്നേക്കുന്നത്. ഞങ്ങൾ ഇന്നലെ വന്നതാ. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ ഒന്ന് ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെൽക്കം ടു മൈ വ്ളോഗ്. ടെസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ട്ഫിറ്റ് എവിടെ നിന്നാണ് പൂജ? ജയലക്ഷ്മി OTD. മാല എവിടെന്നാ പൂജ? മാല ട്രിനിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മാല എവിടെന്നാ പൂജ? വള ട്രിനിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അവർക്കൊരു ഫ്രീ പ്രൊമോഷൻ ആയിക്കോട്ടെ. പൂജ കൊളാബിട്ടോ. അതെ, അൺപെയ്ഡ് കൊളാബ്. അതെ അതെ. ഈ കളറുള്ള ഉപ്പുമാവ് എന്ത് മതി മതി മതി. ഇത് കുറവ്. ഇതെന്ത് ഉപ്പുമാവ്? പ്രത്യേക ഉപ്പുമാവാണല്ലോ. ക്യാരറ്റ് ഇട്ടോണ്ടാ? ക്യാരറ്റ് തിരുമോ? അല്ല, തിരുമ്മി എടുക്കണാണോ? ക്യാരറ്റ് ഉപ്പുമാവ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കലാപരിപാടികളിലേക്ക് കിടന്നു. ഞാനൊരു സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് കേട്ടോ ചെയ്തത്. ഫസ്റ്റ് സ്കിൻ കെയർ ഞാനൊരു വൈറ്റമിൻ സി സെറം പിന്നെ ടോണറും ആണ് യൂസ് ചെയ്തത്. എൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം തീർന്നിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ എൻ്റെ ഐ ഷാഡോ ഇടാൻ പോയിട്ടോ. ഈ ഒരു സംഭവം ഞാനിപ്പോൾ പഠിച്ച് വരുന്നുള്ളൂ, എങ്ങനെ ലെയർ ചെയ്യാം പല കളറും. അപ്പോൾ ഐ എം സ്റ്റിൽ ലേണിങ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗോൾഡൻ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒരു റെഡിഷ് ഗോൾഡൻ ഒരു ടിൻറ്റുള്ള ഒരു ഐ ഷാഡോ ആണ് ഞാൻ ഇടുന്നത്. ഇത് മാൾസിൻ്റെ ആണ്. പിന്നെ കെ ബ്യൂട്ടിയുടെ ഒരു ബ്ലഷും ആണ് ഞാൻ ഇടുന്നത്. എനിക്ക് ഈ ബ്ലഷ് ഇഷ്ടമാണ്. ഒരു ക്രീമി ബ്ലഷ് വേണമെങ്കിൽ ഞാൻ ഇതാണ് ഇടുന്നത്. അതർവൈസ് ഐ വിൽ പുട്ട് ദ ടിൻറ്റ് വൺ വിച്ച് ഇസ് ഫ്രം ബെനഫിറ്റിൻ്റെ. പിന്നെ എൻ്റെ മേളിലായിട്ട് ഞാൻ റെയർ ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്ററും കൂടി ആഡ് ചെയ്ത് കേട്ടോ. അതാവുമ്പോൾ പിന്നെ ഒരു നല്ലൊരു ഹൈലൈറ്റിങ് എഫക്റ്റ് ഉണ്ടാവും. പിന്നെ ഫൈനലി ഞാൻ എൻ്റെ ഐലൈനറും കൂടി ഇട്ടു. അത്രേ ഉള്ളൂ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ ലിപ് ബാം ഓൾറെഡി ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ എൻ്റെ ലിപ്പ് ലൈനർ കൊണ്ടൊന്നു വരഞ്ഞു. ഇത് NYXൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് പിങ്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ റെഡിയായി. ഇത് കുമാരി. അങ്ങനെ ഞങ്ങൾ കല്യാണ ഹാളിലേക്ക് പോവുകയാണ്. ഇതാണ് കുമാരിയുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. എവിടെന്നാ കുമാരി? ട്രെൻഡ്സ്. നല്ല രസമുണ്ട്. ഞാൻ ട്രെൻഡ്സിൽ ഇത്രയും നല്ല ഡ്രസ്സ് കണ്ടിട്ടില്ല ആക്ച്വലി. ബാംഗ്ലൂർ ട്രെൻഡ്സിൽ നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഇവിടത്തെ ട്രെൻഡ്സിൽ ഒരു ഓപ്ഷൻസും ഇല്ല. അപ്പോൾ നമുക്ക് കയറാം. AC. ഹ്യൂമിഡിറ്റി ഈസ് ടു മച്ച്. ഇതിൻ്റെ ഉള്ളൊരു ചെരുപ്പുണ്ടല്ലോ. ചെരുപ്പാരുടാ? മേക്കപ്പ് ഒളിച്ചു പോകുന്ന ഒരു ബ്രൈറ്റ് സ്മെയിൽ. ഇവന്റെ കാര്യം എന്നെ വെച്ച് ഇടിക്കണോന്ന് നമുക്ക് ഇടിക്കാൻ പോവാം. ആ സാധനം നമുക്ക് തപ്പിയെടുക്കാം. എനിക്കാണെന്നോണ്ട് ഇടി ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇല്ല, എനിക്കറിയാം കുംഫു. ഇതൊക്കെ ഞാൻ നിന്നെ കൊല്ലും. ഗ്രേപ്പാണോ ഇത്? എവിടെ? അത് പൈനാപ്പിൾ. അത് ഗ്രേപ്പാണോ? കണ്ടാണോ? എന്നാ തന്നേക്ക്. സെക്കൻഡ് ജ്യൂസ് ടേസ്റ്റ് നോക്കിട്ട് വരാം. സൂപ്പറാ.
ഇതെന്തിനാ? ശരി എന്നാ ഞങ്ങള് പോന്നേ പോവില്ല. സെപ്പറേറ്റ് ആയിട്ടാണ് ഓ ഷിറ്റ്. അവനും നാടകം കാലിടും. എല്ലാം കൊണ്ടുവന്നു. അതെ. പെണ്ണിന്റെ വീട്ടിൽ കയറുന്ന നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെ മാങ്ങ പൊട്ടിക്കാൻ പോകും. ചെറിയ മാങ്ങ നമ്മൾ തേങ്ങ കളഞ്ഞ് വെച്ചെടുക്കാം. ഈശ്വര അതേ പോയി. ഇങ്ങനെ ഉറച്ചു എന്നിട്ട് എന്നിട്ട് എവിടെ നിന്ന് കഴുകും? അവിടെ പൈപ്പുണ്ടാവും. നടക്ക. രണ്ട് സ്ട്രോ തരുമോ? ബില്ല. കോൾഡ് ബൂസ്റ്റ് എപ്പടി മുണങ്ങ മുണങ്ങ. ഇത് തലേദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അതായത് ശനിയാഴ്ച ഞങ്ങൾ രാവിലെ ഞാനും ഗൂഗിളും കൂടി, ആക്ച്വലി എന്നെ ഡ്രോപ്പ് ചെയ്യാൻ ഗൂഗിൾ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ തൃപ്രയാറിലേക്കാണ് പോകുന്നത്. തൃപ്രയാറിലാണ് എൻ്റെ ഫ്രണ്ട് പൂജയുടെ വീട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ബ്രൈഡിൻ്റെ വീടും. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാം, ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രം, എന്നിട്ട് പോകാമെന്നാണ്. പിന്നെ അവിടെ പോയി ഞങ്ങൾ ഹൈലൈറ്റ് മോളിലൊക്കെ പോയി കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഗോ കാർട്ടിങ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ ഗ്യാരൻ പ്ലേ അറേനയിൽ വന്നത് മുണ്ടൂരെന്നാണോ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് ഞങ്ങളൊരു 6 ലാപ്പിൻ്റെ ഗോ കാർട്ടിങ് ചെയ്തിട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങനെ വിറച്ചിരുന്നിട്ടാണ് ഞാൻ ഓടിച്ചത്. സ്പീഡിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പതുങ്ങി ഞാൻ ലാസ്റ്റാണ് ഞാൻ ആ ലാപ്പ് കംപ്ലീറ്റ് ചെയ്തത് ഞാനാണ് കേട്ടോ. അങ്ങനെ ഒരു പണിയും കിട്ടി ഞങ്ങൾക്ക്. മറ്റേ ഗോ കാർട്ടിങ്ങിലൊരു സൈലൻസർ പാട്ട് ഉണ്ടായിരുന്നു, നല്ല ചൂടാണ് കേട്ടോ. അതിൽ കൊണ്ടുവന്ന് ഗോകുല് കൈവച്ചു, കൈയാകെ പൊള്ളി. ഇതേ കണ്ടോ, ഇതാണ് അവസ്ഥ. അങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ നേരെ അമല ഹോസ്പിറ്റലിലേക്കാണ് വിട്ട്, തൃശ്ശൂരുള്ള. അവിടെ ചെന്ന് എമർജൻസി പോയിട്ട് പെട്ടെന്ന് അവരൊരു ഓയിൽമെൻറ്റൊക്കെ ഇട്ട് കുറച്ച് പെയിൻ കില്ലറൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു. അങ്ങനെ അവിടെ പോയി. പിന്നെ ഇവരെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ടെൻഷനോ പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ പോയി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഗോകുൽ എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. ഈ പൂജയുടെ ചായയായിരുന്നു അതിലുണ്ടായിരുന്നത്, അതിൽ കുടിക്കേണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൂജയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് കുറച്ച് ഓൾട്ടറൊക്കെ ചെയ്യണമായിരുന്നു. അവിടെ അടുത്തൊരു കടയിൽ വന്നു, അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ വൈമോളിലേക്ക് പോയി. കാരണം എൻ്റെ ഫ്രണ്ട് രേഷ്മ, അവൾക്ക് ത്രെഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ വൈമോളിൽ ഈ ഒരു പാർലർ അടക്കണതിന് മുമ്പ്, സലോൺ അടക്കണതിന് മുമ്പ് നമ്മൾ ഓടിക്കേറി, അടച്ചു. ലാസ്റ്റ് അഡ്മിഷനും കഴിഞ്ഞു. പിന്നെ നമ്മൾ അവിടെ അയ്യോ സോറി കയറിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഇരുന്നപ്പോൾ അവർ വന്നു കയറിക്കോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളുടെ ത്രെഡിങ്ങും കഴിഞ്ഞു. ഞങ്ങൾ നേരെ മന്തി കഴിക്കാൻ പോയി.
പല ടൈപ്പ് മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഒരു 4 ടൈപ്പ് ചീസൊക്കെ ഉള്ള മന്തി, പിന്നെ ഹണി ചില്ലിയൊക്കെ ഉള്ള മന്തി, അങ്ങനെ കുറച്ച് ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഫൈനലി നമ്മളൊരു കളർ ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഹൈലൈറ്റ് മോളിൽ പോയപ്പോൾ കുറച്ച് കളർ, നമ്മളൊരു 4-5 കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യലാണ്ട് ഇപ്പോൾ പരിപാടി. അങ്ങനെ എല്ലാം നല്ല, നമ്മളൊരു ബഡ്ജറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 500 രൂപയ്ക്കുള്ളിൽ സാധനങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പച്ച, മഞ്ഞ, ചുവപ്പ്, ബ്ലൂ, പിന്നെ ഒരു പിങ്ക്, അതാണ് ആ കളേഴ്സ്. അങ്ങനെ അതൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. ഞങ്ങൾ കുറേ അധികം സാധനങ്ങൾ കിട്ടിയിട്ടോ. ഈ പ്രിങ്കിൾസ്, മോഗു, പിന്നെ ഗ്രീൻ കളറിലെ ബിങ്കോ, ബ്ലൂ കളറിലെ ബോട്ടിൽ, സ്പ്രേ, അങ്ങനെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടി. ആക്ച്വലി ഇറ്റ് വാസ് സോ ഫൺ. സോ കിട്ടിയ സാധനങ്ങളൊക്കെ ഇതാണ് കേട്ടോ. പല കളറിലേയും കാണാൻ പറ്റും നിങ്ങൾക്ക്. പച്ച, മഞ്ഞ, നീല, ചുവപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ദിവസം ഞങ്ങൾ അവസാനിപ്പിച്ചത്. ഞങ്ങൾ കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫൺ ആക്ടിവിറ്റി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ചെയ്തതാണ് കേട്ടോ ഇത്. അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ ഒരു ഫുൾ ദിവസം. ആക്ച്വലി 2 ദിവസമാണ് കേട്ടത്. ഇങ്ങനെ ഇറ്റ് വാസ് റിയലി ഫൺ. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇത്രയും ഫൺ ഉണ്ടായിരുന്നത് പൂജയുടെ കല്യാണത്തിന് വന്നപ്പോഴാണ്. അത് 2-3 ദിവസം നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ദേ ഈ സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു ബ്ലൂ കളറിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ ഇത് മോഗുവിൻ്റെ ടേസ്റ്റ് കഴിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.